താനും ടീം സോളാറും ഉൾപ്പെട്ട ബിസിനസ് കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഹായിച്ചിരുന്നതായി സരിതാ നായർ മൊഴി നൽകി. ഇത് സംബന്ധിച്ച തെളിവുകൾ ഉടൻ പുറത്തുവിടും. ഉന്നതരുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണം സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു പറയില്ലെന്നും സരിത വ്യക്തമാക്കി. ടീം സോളാറുമായി തനിക്ക് യാതൊരു ഇടപാടുകളുമില്ലെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ സോളാർ കമ്മീഷൻ വിസ്താരത്തിൽ സരിതാ എസ് നായർ തള്ളി. സെക്കന്ദരാബാദ് ആസ്ഥാനമായ സുരാന വെഞ്ചേഴ്സിന്റെ ചാനൽ പാർട്ണറായിരുന്നു ടീം സോളാർ. വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഇടപെട്ട് അനർട്ടിന്റെ ടെൻഡർ സുരാനയ്ക്ക് ലഭിച്ചു. പിന്നീട് 35 ലക്ഷം രൂപയുടെ കുടിശ്ശിക അനർട്ട് കമ്പനിക്ക് വരുത്തി. ഈ ഘട്ടത്തിൽ കമ്പനി ഉടമ മുകേഷ് സുരാന തന്നെ വിളിച്ചു. താൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് കുടിശ്ശിക തീർത്തു കൊടുത്തത്. സോളാർ കേസിലെ പരാതിക്കാരിൽ ഒരാളായ EK ബാബുരാജിന് 2 ദിവസത്തിനുള്ളിൽ റീസർവേ നടത്തിക്കൊടുത്തതും മുഖ്യമന്ത്രി വഴിയുള്ള തന്റെ ഇടപെടൽ മൂലമാണെന്ന് സരിത മൊഴി നൽകി. തന്റെ കൈപ്പടയിൽ തയ്യാറാക്കിയ അപേക്ഷ വേണമെങ്കിൽ കമ്മീഷന് നേരിട്ട് പരിശോധിക്കാം. EK ബാബുരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് റീസർവേ ചെയ്യുന്നതിലേക്കായി ഞാനാണ് എൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. ഞാനാണ് അതിൻ്റെ അപേക്ഷ എഴുതി കൊണ്ടുപോയി ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കണ്ട് റീസർവേ ഇമ്മീഡിയറ്റ് ആക്കണമെന്ന് പറഞ്ഞ് പിന്നെ തഹസീൽദാരുടെ നേർക്കും കളക്ടറുടെ നേർക്കും ഇത് വാങ്ങിച്ചത്. മന്ത്രിമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയവരുമായി ബന്ധങ്ങളുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് സ്വമേധയാ മൊഴി നൽകാനാവില്ലെന്ന് സരിത പറഞ്ഞു. സ്വകാര്യത, കുട്ടികളുടെ ഭാവി എന്നിവയെ കരുതിയാണ് മൊഴി നൽകാത്തത്. സോളാറിൽ എക്കാലവും പുറത്തു വന്നിട്ടുള്ളത് ലൈംഗിക ആരോപണ കഥകളാണ്. യഥാർത്ഥ തട്ടിപ്പ് മറയ്ക്കാനുള്ള പുകമറയായിരുന്നു ഇത്. മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾക്കും തെളിവുണ്ടെന്നും സരിത ആവർത്തിച്ചു. അതേസമയം ഉച്ചയോടെ വിസ്താരം അവസാനിപ്പിക്കണമെന്ന സരിതയുടെ അഭ്യർത്ഥനയെ സർക്കാർ അഭിഭാഷകൻ എതിർത്തത് കമ്മീഷനിൽ ചർച്ചയ്ക്കിടയാക്കി. തുടർന്ന് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വിസ്താരം തുടരാൻ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. MS അനീഷ് കുമാർ, റിപ്പോർട്ടർ, കൊച്ചി.